ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിസ്മസ് ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രിയങ്ക ചേച്ചിയുടെ കൂടെ തന്നെയാണ് ഞാൻ ഷോപ്പിങ്ങിന് നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ നേരെ ഞാൻ രാവിലെ തന്നെ വിച്ചുട്ടനെ സ്കൂളിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ പ്രിയങ്ക ചേച്ചീൻ്റെ ഫ്ലാറ്റിൽ പോയി. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് പോസ്റ്റ് ഓഫീസിലേക്കാണ്, കാരണം ചേച്ചിക്ക് എന്തോ ആവശ്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ രവിപുരം സ്റ്റുഡിയോയിലേക്ക് പോയി. അപ്പോൾ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 മിനിറ്റ്സും കൂടി പുറത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കയറിയതും ഞാൻ പ്രതീക്ഷിച്ച അത്രയും ക്രിസ്മസ് കളക്ഷൻ ഒന്നും വന്നിട്ടില്ല. ബൂട്ട്സ് അങ്ങനെ 1-2 ഐറ്റംസ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 2-നാണ് കേട്ടോ. ശബ്ദമില്ലാത്തതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാണ്ടിരുന്നത്. അങ്ങനെ ഞാനൊരു റെഡ് ടോപ്പ് എടുത്തിട്ട് ട്രയൽ ചെയ്ത് നോക്കി. അത് ഹൈനെക്ക് ആയതുകൊണ്ട് നമ്മുടെ അടുത്ത ക്ലൈമറ്റിന് ചേരാത്തതുകൊണ്ട് ഞാനത് മാറ്റിയെടുത്തില്ല കേട്ടോ. പിന്നെ ഇട്ടത് ഈ ഒരു ഷർട്ടാണ്. ഇതൊരു കൈൻഡ് ഓഫ് വൂളൻ ഷർട്ടാണ്. ഭയങ്കര ഒരു കംഫി സാധനമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പാർട്ടി വെയർ ഡ്രസ്സ് ഇട്ട് നോക്കി. അത് പക്ഷേ എനിക്ക് എന്തോ ഒരു വല്ലാണ്ട് ഷോർട്ടായി പോയ മാതിരി എനിക്കൊരു ഫീല് വന്നു. അതുകൊണ്ട് അതും ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മെൻസ് സെക്ഷനിലേക്കാണ് കേട്ടോ. ചേച്ചിക്ക് എന്തോ നോക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചിട്ടും ഒരു ടീഷർട്ടും നോക്കി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ബ്രൗസ് ചെയ്ത് നടന്ന് അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ച് നമ്മൾ പോയത് ബ്രോഡ്വേയിലേക്കാണ്. കാരണം നമ്മളെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് ഡെക്കോസിൻ്റെ ഷോപ്പിംഗ് ആണ്. ഇപ്പോൾ മേത്തർ ബസാറിൽ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കളക്ഷനും വലിയ കഴുത്തിറക്കുന്ന റേറ്റിലല്ലാണ്ടും സാധനം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഡിസംബർ 2 അല്ലേ, തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. പക്ഷേ കയറിയപ്പോൾ വലിയ തിരക്കൊന്നും തോന്നിയില്ല. അപ്പോൾ ആദ്യം നമ്മളൊരു ഷോപ്പിൽ കയറി മാറ്റ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ക്രിസ്മസ് ട്രീ ലൈറ്റൊക്കെ വാങ്ങാനാണ് കേട്ടോ പോയത്. അങ്ങനെ ഞാൻ 2 ലൈറ്റ്സ് മേടിച്ചു. ഒന്ന് ക്രിസ്മസ് ട്രീയിൽ തൂക്കാനും പിന്നെ ഒന്ന് അല്ലാണ്ട് ഹോളിൽ ഡെക്കോർ ചെയ്യാനുമാണ് കേട്ടോ. നല്ല അടിപൊളി ലൈറ്റ്സ് ഉണ്ട്. പിന്നെ ഇതെൻ്റെ ഫസ്റ്റ് ഇയറാണ് ക്രിസ്മസ് ഡെക്കോറൊക്കെ ചെയ്യുന്നത് കേട്ടോ. സ്റ്റാറും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഞാൻ എന്താ പറയുക, അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങി. ഇറങ്ങുമ്പോഴേക്കും നല്ല തിരക്കായിട്ടോ. തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്കും തിരക്കും. അവിടുന്ന് പിന്നെ നമ്മൾ മേത്തർ ബസാറിൻ്റെ അവിടെ തന്നെ ഒരു പഞ്ചാബി ഹൗസ് ഉണ്ട്. ചേച്ചി പറഞ്ഞ് ഇത് നല്ല ഓത്തൻറ്റിക് പഞ്ചാബി അവർ തന്നെ ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ കയറിയതാട്ടോ. ഒരു കുട്ടി ഹോട്ടൽ, പക്ഷേ സത്യം പറയാണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവരുടെ ആലു പൊറോട്ടയും സ്വീറ്റ് ലസ്സി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആലു പൊറോട്ട. പക്ഷെ ഇതിനകത്ത് മുളക് ഉണ്ടായിരുന്നു. അത് കടിക്കുമ്പോൾ മാത്രം ചെറിയൊരു എരിവ്. പക്ഷെ സംഭവം കിടിലനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പഞ്ചാബി ഹൗസ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ കയറിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് നമ്മൾ ടേബിൾ ക്ലോത്ത്, സോഫ ക്ലോത്ത് അതൊക്കെ വാങ്ങാനാണ്. അപ്പോൾ അങ്ങനെ എല്ലാം വാങ്ങി വൈകുന്നേരമായിട്ടോ വീട്ടിലെത്തിയപ്പോൾ. വീട്ടിൽ ചെന്ന് പെട്ടെന്ന് തന്നെ ഡോറിൻ്റെ മുകളിൽ തൂക്കാനുള്ളതെല്ലാം തൂക്കുന്നതാണ് വിച്ചുട്ടനാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോസ് എല്ലാം എടുത്ത് തരുന്നത്. പിന്നെ ഉള്ളിലുള്ള ഇതൊക്കെ ഡെക്കോറ് അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് രാത്രി 12-12:30 ആയിട്ടുണ്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം അനുബേട്ടൻ്റെ ചേച്ചി നാളെ രാത്രി ഓസ്ട്രേലിയയിൽ നിന്ന് ലാൻഡ് ചെയ്യും. അപ്പോൾ ചേച്ചീനെ പിക്ക് ചെയ്യാനൊക്കെ പോകണം. അപ്പോൾ നാളെ ചെയ്യാൻ ടൈം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്യണം എന്നും ഒരു നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ അപ്പം തന്നെ ഡെക്കോർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. കുളിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ, കാരണം അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർത്ത് കുളിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഞാൻ ഡെക്കോർ ചെയ്തത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ എൻട്രൻസ്. എൻ്റെ ഹോം ടൂർ ഞാൻ ചെയ്തിട്ടില്ല. വലിയ വൃത്തിയൊന്നും ഇല്ല, അലമ്പാക്കിയിട്ടിട്ടാണ് ഇത് ഡെക്കോർ ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെ എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ടാറ്റ ബൈ ബൈ, സീ യു.